ഉറപ്പാണ്. നുണ പറയാതിരിക്കാൻ സതീഷിനാവില്ല. അയാൾ ശീലിച്ചു കഴിഞ്ഞു. കാപട്യം മൂപ്പരുടെ കൂടപ്പറപ്പാണ്. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ MDMA കേസിൽ പിടിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയും സതീഷിന്റെ കല്ല് വെച്ച നുണയ്ക്ക് ഉദാഹരണമാണ്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പൊ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാൻ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതേയുള്ള ആ വെങ്ങോല പഞ്ചായത്തിൽ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു, ഒന്ന് പോകണം സാർ, വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി. ഈ പറഞ്ഞത് പതിവ് പോലെ പച്ച നുണ തന്നെ. നവകേരള സദസ്സ് നടക്കുന്നത് 2023 നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ. ആ ഡേറ്റ് ഓർത്തു വെച്ചോളൂ. 2023 നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ. ആ സമയത്ത് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഹുസൈനെ താൻ ആദ്യമായിട്ട് ഫോണിൽ വിളിച്ചു, ആശ്വസിപ്പിച്ചു. അതിനുശേഷം പിന്നീട് അയാളുടെ വീട്ടിന്റെ ഭാഗത്ത് ആ നാട്ടിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ മറ്റുള്ള കോൺഗ്രസ്സുകാരും അവിടുത്തെ MLA ഒക്കെ നിർബന്ധിച്ചപ്പോൾ അയാളുടെ വീട്ടിൽ പോയെന്ന്. എന്ന് വെച്ചാൽ അതിനു മുൻപ് സതീഷിനുമായി ഒരു ബന്ധവുമില്ല എന്നല്ല ഈ പറയുന്നതിന്റെ മലയാളം. ഈ പറയുന്ന സതീഷിന്റെ തൊലിക്കട്ടി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ സാക്ഷാൽ കണ്ടാമൃഗം വരെ തോറ്റുപോകും. നവകേരള സദസ്സ് നടക്കുന്നതിന് 2 വർഷം മുമ്പ് സതീഷൻ ഈ പറഞ്ഞ ഹുസൈൻ മുസാഫർ എന്ന MDMA-യുടെ മൊത്ത കച്ചവടക്കാരൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫോട്ടോയാണിത്. ഇതിന്റെ തീയതി നോക്കൂ, 2021 സെപ്റ്റംബർ 4. എന്ന് വെച്ചാൽ നവകേരള സദസ്സ് നടക്കുന്നതിനേക്കാൾ ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഫോട്ടോ പങ്കുവെച്ചുള്ളത്. ഈ നിൽക്കുന്നത് സതീഷൻ തന്നെയല്ലേ? കൂടെ നിൽക്കുന്നത് ഹുസൈൻ തന്നെയല്ലേ? ഇനി മറ്റൊരു ചിത്രം നോക്കൂ. ഇതേ MDMA മലരുണ്ടല്ലോ, ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണിത്. ഇതിന്റെ ഡേറ്റ് നോക്കൂ, 2023 ഫെബ്രുവരി 21-ാം തീയതി. എന്ന് വെച്ചാൽ നവകേരള യാത്ര ആരംഭിക്കുന്നതിനേക്കാൾ ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പ്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, ഈ കിടക്കുന്നത് ഹുസൈൻ തന്നെയാണെങ്കിൽ ആ കിടക്കുന്ന ഹുസൈന് കിട്ടിയ തല്ല് നവകേരള സദസ്സിന്റെ ഭാഗമായി കരിങ്കൊടി കാണിച്ചപ്പോൾ കിട്ടിയതല്ല. അത് ഏത് തല്ല എന്നുള്ളത് വേറെ നോക്കണം. ഇനി മുൻകാല പ്രാബല്യത്തോടു കൂടി കിട്ടാൻ പോകുന്ന അടിയുടെ ഭാഗമായി ചികിത്സ നടത്തിയതാണെന്നെങ്ങാനും സതീഷൻ പറയുമോ ആവും. കഷ്ടം. ഈ റിപ്പോർട്ടർ TV-യോട് എന്താണ് സതീഷിന് ഇത്ര കലിപ്പ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും ചിലർ. കൈരളി TV-യോട് കലിപ്പ് തോന്നുന്നു സ്വാഭാവികം. അതൊരു പാർട്ടി ചാനലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും സതീഷിനും കോൺഗ്രസ്സുകാർക്കും ഒക്കെ കലിപ്പ് തോന്നാം. എന്നാൽ റിപ്പോർട്ടർ TV-യോട് തോന്നുന്ന കലിപ്പിന്റെ കാരണം മറ്റൊന്നുമല്ല. ഇന്ന് പറഞ്ഞ നുണകൾ നിമിഷ നേരം കൊണ്ട് തന്നെ റിപ്പോർട്ടർ TV പൊളിച്ച് കൈകൾ കൊടുത്തു. ആ വാർത്ത നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ദൃശ്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇവിടെ ഈ ഒരു പ്രശ്നം, ഈ പറയുന്ന ഹുസൈൻ, അത് അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിക്കുന്നതിന്റെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെയും എല്ലാം റീലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്, അദ്ദേഹം ബസ് വരുമ്പോൾ, അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ആ ബസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ സൈഡിൽ നിന്നും കരിങ്കൊടി കാണിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പോലീസുകാരൻ പോലും തടയുകയോ മർദ്ദിക്കുന്നതോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴുള്ള ദൃശ്യങ്ങളും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ റീൽസുകളായി ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ റീലിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ എവിടെയും ക്രൂരമായി മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വരുന്ന നിലയിലേക്ക് മർദ്ദനമേറ്റതിന്റെ ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല എന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വളരെ ക്രൂരമായി ലാത്തിചാർജിൽ ഇദ്ദേഹത്തിന്, അതായത് ഈ ലഹരി കേസ് പ്രതിക്ക് മർദ്ദനമേറ്റിരുന്നു. അതിനെ തുടർന്ന് ചികിത്സയിൽ ദീർഘകാലം കഴിഞ്ഞിരുന്നു. ഉഴിച്ചിലിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇയാളെ വീട്ടിൽ ചെന്ന് കണ്ടത് എന്നതായിരുന്നു. പക്ഷേ ആ നിലയിൽ ക്രൂരമായ ഒരു മർദ്ദനമേറ്റതിന്റെ യാതൊരുവിധ തെളിവും ഇദ്ദേഹം തന്നെ, അതായത് ഈ ലഹരി കേസ് പ്രതി ഹുസൈൻ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള റീലുകളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നവകേരള സദസ്സ് നടന്നത് 2023 നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയായിരുന്നു. എറണാകുളത്ത് നടന്നത് ഡിസംബർ 7 മുതൽ 10 വരെയാണ്. എന്നാൽ അതിനു മുമ്പ് 2023 ഒക്ടോബർ 21-നും 30-നും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീഷുമായുള്ള ഫോട്ടോ മുഹമ്മദ് ഹുസൈൻ. ഏതായാലും ഏത് മഹാഭാവിയാണോ സ്മൃതി പരുത്തിക്കാടിനെ കൊണ്ട് സതീഷിന്റെ നുണ പൊളിച്ചെടുക്കാനുള്ള ഈ വാർത്ത ചെയ്യിപ്പിച്ചത്? കഷ്ടം. എന്തൊക്കെയായാലും ഇതുകൊണ്ടാണ് മെറ്റയെ കൊണ്ട് റിപ്പോർട്ടർ TV-യുടെ പോസ്റ്റുകളും ഫേസ്ബുക്കിൽ നിന്ന് മുക്കുന്നത്. എന്നിട്ട് സതീഷൻ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിരിക്കും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മൂപ്പര് പറഞ്ഞത്
തനിക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. സതീശൻ എന്ന കാപട്യത്തെ തിരിച്ചറിയുന്നവർ സ്വാഭാവികമായിട്ടും ഒരു കാര്യം സംശയിക്കും. മെറ്റയുമായി ബന്ധപ്പെട്ട ചോദ്യം ഇന്ന് ഉയരുമെന്നും അങ്ങനെ ഉയർന്നാൽ അതിൽ നിന്നും തടി തപ്പാൻ ഒന്നോ രണ്ടോ സ്വന്തം പോസ്റ്റുകളും മുക്കാൻ സതീശൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. മെറ്റയുടെ മറ്റേ മുക്കലിൽ നിന്നും രക്ഷപ്പെടാൻ സതീശൻ ബോധപൂർവ്വം ആ പണി ചെയ്തിട്ടുണ്ടാവുമെന്ന്. വക്രബുദ്ധി കൂടുമ്പോഴും ഇന്ന് പത്രസമ്മേളനത്തിൽ കാണിച്ച വിവരമില്ലായ്മ വീണ്ടും സതീശൻ കാണിക്കും. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ കാണിക്കും. കാരണം എന്താ, സതീഷിന് അറിയാൻ താൻ പറയുന്ന നുണകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ഇത്തരം ടീമിനെ ഇതേപോലെ ചെലവും കൊടുത്ത് അയാൾ തീറ്റിപ്പോറ്റുന്നുണ്ട്. അയാളുടെ കള്ളങ്ങൾ സത്യമെന്ന വ്യാജേന നാടി ചുറ്റിക്കാൻ രാസലഹരിയിൽ അഭിരമിക്കുന്ന ഇത്തരം തമ്മാടിക്കൂട്ടങ്ങൾ അയാൾക്കൊപ്പം ഉണ്ട്. അവർ ഇന്ന് പറഞ്ഞ നുണയും നാടി ചുറ്റിച്ചു കഴിഞ്ഞു. നമ്മൾ പൊളിച്ച സത്യങ്ങൾ എത്ര പേരിലേക്ക് എത്തി? ജനം സത്യം തിരിച്ചറിയട്ടെ, അവരത് മനസ്സിലാക്കട്ടെ. വൈറ്റ് വാഷും പുട്ടിയുമിട്ട് മിനുക്കിയ രാഷ്ട്രീയത്തിലെ ഇത്തരം കപടമുഖങ്ങളെ ജനങ്ങൾ തിരിച്ചറിയട്ടെ. വർഷത്തിൽ 4 or 5 തവണ പ്രിയദർശിനി ബസ്സിൽ കയറി മിച്ചപ്പെടുത്തിയ 50 or 100 രൂപയ്ക്ക് VD സതീഷിനോട് കടപ്പെടുന്ന BPL കുടുംബത്തിലെ വീട്ടമ്മ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി വർഷത്തിൽ തനിക്ക് കിട്ടേണ്ടിയിരുന്ന 12,000 രൂപ നഷ്ടപ്പെടുത്തിയ മുഖ്യമന്ത്രി VD സതീഷിനെ ഓർക്കില്ല. അങ്ങനെയുമുണ്ട് അനേകം പേര് നമ്മുടെ നാട്ടിൽ. അത്തരക്കാരുടെ അകാലത്തിൽ മരിച്ചു വീടുന്ന ഓർമ്മകൾക്ക് പുനർജീവനം നൽകാൻ സത്യം പ്രചരിപ്പിക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. പരമാവധി ആളുകളിലേക്ക് ഇത്തരം വീഡിയോസ് എത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.